വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PSC സൊല്യൂഷൻസ്. അപ്പോൾ നമ്മൾ ഇന്നും UPSCയുടെ ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ 1985 UPSC ചോദിച്ച ജോഗ്രഫി ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. മാച്ച് ദ ഫോളോയിങ് ആണ്. ആൻസർ ആയിട്ട് വരുന്ന ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഉത്തരം ഓപ്ഷൻ ബി. A4 കോർബ ഏതാണ്? അലൂമിനിയം ആണ്. അലൂമിനിയം. B3 റാണിഗഞ്ച് നമുക്കറിയാം കോൾ മൈൻ ആണ്, കൽക്കരി ഖനിയാണ്. C1 കൽപ്പാക്കം ആറ്റോമിക് പവർ പ്ലാന്റ് ആണ്. ഹർദ്വാർ ഏതാണ്? D5 ആണ്, അല്ല D2 ആണ്, ഹെവി ഇലക്ട്രിക്കൽസ് ആണ്. ഹെവി ഇലക്ട്രിക്കൽസ്. ഓക്കെ, ഉത്തരം ഓപ്ഷൻ ബി ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രൈബ്സ് ഇസ് നോട്ട് ഫൗണ്ട് ഇൻ സെൻട്രൽ ഇന്ത്യ? സെൻട്രൽ ഇന്ത്യയിൽ ഇല്ലാത്ത ഗോത്രവർഗം ഇതിനകത്ത് ഏതാണ്? ടോഡാസ് ആണ്. ടോഡാസ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഉത്തരം ഓപ്ഷൻ എ. ഉത്തർപ്രദേശ് ടോപ്സ് ദ ലിസ്റ്റ് ഓഫ് ഷുഗർ കെയിൻ പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ. ഷുഗർ കെയിൻ കരിമ്പ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തർപ്രദേശ് ആണ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് പൊസിഷൻ മഹാരാഷ്ട്ര. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഇപ്പോഴും മഹാരാഷ്ട്ര തന്നെയാണ്. ഫസ്റ്റ് പൊസിഷൻ ഉത്തർപ്രദേശ്, സെക്കൻഡ് പൊസിഷൻ മഹാരാഷ്ട്ര, തേർഡ് പൊസിഷൻ കർണാടക. നോട്ട് ചെയ്യാട്ടോ. Which of the following state produces maximum quantity of lignite? Lignite ആരാ? തമിഴ്നാടാണ് അല്ലേ? നമുക്ക് ഇന്നലെ നമ്മൾ കണ്ടതാണ്, നെയ്വേലിയിൽ നമ്മൾ ഇന്നൊരു ക്വസ്റ്റ്യൻ കണ്ടതാണ്. തമിഴ്നാട് is the largest producer of lignite in India. ഏകദേശം 50% ഓഫ് നാഷണൽ പ്രൊഡക്ഷൻ വരുന്നുണ്ട്. സെക്കൻഡ് പൊസിഷനിൽ വരുന്നത് ഗുജറാത്ത് ആണ്. തേർഡ് പൊസിഷനിൽ വരുന്നത് രാജസ്ഥാൻ ആണ്. ഓക്കെ, സ്റ്റഡി ദ മാപ്പ് കെയർഫുള്ളി. ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് എ ബി, പിന്നെ ഡോട്ട് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് സോയിൽ ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ പോർഷൻ മാർക്ക്ഡ് വിത്ത് എ? കണ്ടോ? എനകത്ത് ഈ സ്ഥലം എന്ന് നമുക്കറിയാം കേരളം ഒക്കെയാണ്. ഇവിടെ വരുന്ന സോയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ്. അല്ലൂവിയൻ സോയിൽ എന്നാണ് അവർ ആൻസർ ഇട്ടേക്കുന്നത് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. 65 ചോദിച്ചിരിക്കുന്നത് ബി എന്താണ്? ബി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈസ്റ്റ് പാർട്ടിലേക്കാണ് ബി പോയിരിക്കുന്നത്. ബി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉത്തരം വരുന്നത് ഡി ആണ്. ഓയിൽ റിഫൈനറീസ് ആണ്. നമ്മൾ ഇന്നലെ പഠിച്ചതാ. ഈസ്റ്റ് അസമിലൊക്കെ ഉണ്ട്, ദിഗ്ബോയ് ഒക്കെ ഉണ്ട്. നമ്മൾ ഓയിൽ റിഫൈനറീസ് നമ്മൾ കണ്ടതാണ്. ഡോട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ഡോട്ട് അത് ഇന്ത്യയുടെ എന്താ, ഏത് പോർഷൻ ആണ് ഉദ്ദേശിക്കുന്നത്? സി ആണ്. എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രി ആണ്. ഒരു ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ആണ്, കണ്ടപ്പോൾ എടുത്തൂന്നേ ഉള്ളൂ. The National Highway number 1 connects ആരൊക്കെയാണ്? ഡൽഹി ടു അമൃത്സർ ആണ്. നോട്ട് ചെയ്യുക, ഡൽഹി ടു അമൃത്സർ ആണ്. Which of the following park sanctuaries are correctly matched? ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി ആണ്. 3 മനസ് ആസാം കറക്റ്റ് ആണ്. 3 പിന്നെ 5 പെരിയാർ കേരള കറക്റ്റ് ആണ്. 6 ദുധുവ ഉത്തർപ്രദേശ് കറക്റ്റ് ആണ്. മനസ് ആസാം, പെരിയാർ കേരള, ദുധുവ ഉത്തർപ്രദേശ് ആണ്. കോർബറ്റ് എവിടെയാ? ഉത്തരാഖണ്ഡ് ആണ് അല്ലേ? ഗിർ എവിടെയാ? ഗുജറാത്ത് ആണ്. അപ്പൊ അതൊക്കെ തെറ്റാണ്. ട്രേഡ് വിൻഡ്സ് ആർ കോസ്ഡ് ബൈ. എങ്ങനെയാ ട്രേഡ് വിൻഡ്സ് ഉണ്ടാകുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇൻ ഫ്ലോയിങ് മൂവ്മെന്റ് ഓഫ് എയർ അലോങ് ദ എർത്ത് സർഫസ് ടുവേഴ്സ് ദ ഇക്വേറ്റർ. ഇമ്പോർട്ടന്റ് ആട്ടോ വിൻഡ്സ്. SCRT-യിലുള്ള ഫാക്റ്റ് ആണ്. ഐസോ ഹൈറ്റ്സ് എന്തിനു വേണ്ടിയാ നമ്മൾ മാപ്പിനകത്ത് യൂസ് ചെയ്യുന്നത്? എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഈക്വൽ റെയിൻഫോൾ ആണ്. ഈക്വൽ റെയിൻഫോൾ ആണ്. നോട്ട് ചെയ്യാട്ടോ. ഐസോ ഹൈറ്റ്സ് ഈക്വൽ റെയിൻഫോൾ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഈസ് നോട്ട് കറക്റ്റ്? ഇതിനകത്ത് കറക്റ്റ് അല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് അല്ലേ? ലാക്ടോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ പാലിന്റെ പ്യൂരിറ്റിക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഹൈഗ്രോമീറ്റർ എന്താണ്? വാട്ടർ വേപ്പർ കണ്ടന്റ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. അനിമോമീറ്റർ വിൻഡിന്റെ സ്പീഡാണ്. സീസ്മോഗ്രാഫ് എർത്ത് ആണ്. മാച്ച് ദ കോളംസ്. ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി ആണ്. A2 ഏതാ? മഗ്നീഷ്യം. നമുക്കറിയാം സിമ, സിലിക്കയും മഗ്നീഷ്യവും. സിമ. A2. B1 upper layer of the earth crust mantle. C4 light rocks of lithosphere. സിയാൽ. D3 സ്മോൾ പെനിസുല. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്യാട്ടോ. കാരണം ക്രസ്റ്റ്, മാന്റില്, കോർ അതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. മാച്ച് ദ ഫോളോയിങ് ആണ് ഇതും. ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ്. A3 ആണ്. കസിരംഗ അസം ആണ്. അസം. A3 കറക്റ്റ് ആണ്. B1 ആണ്. ഗിർ നാഷണൽ പാർക്ക് ഗുജറാത്ത്, നമുക്കറിയാവുന്നതാണ്. ബന്ദിപ്പൂർ എവിടെയാ?
കർണാടക അല്ലെ, C4 ബന്ദിപ്പൂര് കർണാടക, കൻഹ നാഷണൽ പാർക്ക് മധ്യപ്രദേശ്. ഒക്കെ PSC ചോദിക്കുന്നയാട്ടോ. നാഷണൽ പാർക്സും ബേർഡ് സാങ്ച്വറീസും വൈൽഡ് ലൈഫ് സാങ്ച്വറീസും ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പ്രാവശ്യമൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ UPSC ചോദിച്ചേക്കുന്നൊക്കെ നോട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ 85 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.